നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SBI ATM കാർഡ് 4 രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടതാണ്. ആദ്യത്തെ 3 രീതികൾ ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് SBI ATM കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒന്നാണ്. വീഡിയോ മുഴുവനായി കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എൻ്റെ നെറ്റ് ബാങ്കിംഗ് പേജിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. അതിനായി ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് ഓൺലൈൻ SBI എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ SBIയുടെ നെറ്റ് ബാങ്കിംഗ് പേജിലേക്ക് പോകാനുള്ള ലിങ്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് SBI നെറ്റ് ബാങ്കിംഗ് പേജിലേക്ക് വരികയാണ്. ഇവിടെ ഞാൻ എൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുകയാണ്, പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്, ക്യാപ്ച എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു OTP വരികയാണ്. അത് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ഞാനിവിടെ എൻ്റെ നെറ്റ് ബാങ്കിംഗ് പേജിലേക്ക് ലോഗിൻ ആയിരിക്കുകയാണ്. ഇവിടെ മുകളിലായി കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ ഈ സർവീസസ് എന്ന ഓപ്ഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണുകയാണ്. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഒന്നാമതായി ATM കാർഡ് സർവീസസ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ വീണ്ടും കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതിൽ ന്യൂ ATM കാർഡ് ആക്ടിവേഷൻ എന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരികയാണ്. ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നതായി കാണാം. ഒന്നിലധികം അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെയായി എൻ്റർ ATM കാർഡ് നമ്പർ എന്ന് കാണാം. അവിടെ നമ്മുടെ പുതിയ ATM കാർഡിൻ്റെ ഫ്രണ്ട് വശത്തുള്ള നമ്പർ എൻ്റർ ചെയ്യുക. ഞാനിവിടെ എൻ്റെ ATM കാർഡിൻ്റെ ഫ്രണ്ട് വശത്തുള്ള 16 അക്ക നമ്പർ എൻ്റർ ചെയ്യുകയാണ്. അതിന് താഴെ റീ എൻ്റർ ATM കാർഡ് നമ്പർ വീണ്ടും എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ ആക്ടിവേറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്ക് വരികയാണ്. ഇവിടെ പറയുന്നത് വെരിഫൈ ഡീറ്റെയിൽസ് ആൻഡ് കൺഫേം ദിസ് ട്രാൻസാക്ഷൻ. നമ്മുടെ കാർഡ് നമ്പറും അക്കൗണ്ട് ടൈപ്പും ബ്രാഞ്ചും ഇവിടെ കാണിക്കുകയാണ്. താഴെ കൺഫേം എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഈ സമയത്ത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക്, അതായത് നമ്മുടെ ഈ ATM കാർഡുമായിട്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഹൈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ പാസ്വേഡ് വരുന്നതായിരിക്കും. പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം താഴെ കൺഫേം എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ATM കാർഡ് ഹാസ് ബീൻ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി. നമ്മുടെ ATM കാർഡ് സക്സസ്ഫുള്ളി ആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.